ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ മോർണിംഗിൽ തന്നെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇതാ എൻ്റെ ആദ്യത്തെ ഷോപ്പിലേക്ക് പോവുകയാണ്. ഇന്നൊരു ബ്രൈഡൽ വർക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സാമഗ്രികളൊക്കെ ഇരിക്കുന്നത് ഈ ഷോപ്പിലായിരിക്കുന്നത്. അപ്പം ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞപ്പം സ്റ്റാഫ് എല്ലാം അറേഞ്ച് ചെയ്ത് റെഡിയാക്കി റിസപ്ഷനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം പെറുക്കി കെട്ടിയിട്ട് വണ്ടി കയറ്റിയിട്ട് പോകണം. ഈ ബ്രൈഡൽ എന്ന് പറയുന്നത് വലിയൊരു സിമ്പിൾ കാര്യമൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ സാധനം പോലും മിസ്സാകാൻ പറ്റില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് എന്താണ് വേണ്ടി വരിക ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കിയിട്ടാണ് പോവുക. സംഭവം ചെറിയ ഒരു മേക്കപ്പ് ആണെങ്കിലും സാധനങ്ങളൊന്നും മിസ് ചെയ്യാതെ കൊണ്ടുപോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് ബ്രൈഡിന് എന്തൊക്കെയാണ് വേണ്ടിയതെന്നുള്ള അറിയാം. അങ്ങനെ ഇതാ ഞങ്ങളൊക്കെ റെഡിയാക്കി ആ ഷോപ്പ് നല്ല എടുത്ത് ഞാനും എൻ്റെ സ്റ്റാഫും കൂടി പോവുകയാണ് കേട്ടോ. ഇനി മൂച്ചിക്കൽ വിട്ടു. ഇവിടുന്ന് നേരെ ഇനി അടുത്ത ഷോപ്പിലെത്തണം. അവിടെയാണ് വർക്ക് ഉള്ളത്. അപ്പം ബ്രൈഡ് വരുന്നത് അങ്ങോട്ടേക്കാണ്. അപ്പോൾ പിന്നെ അവിടേക്ക് പോവല്ലാതെ നിർത്തില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് റോഡൊക്കെ നല്ല കാലിയായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകട്ടോ. പക്ഷേ റോഡിൽ കുറച്ചൊരു റഷൊക്കെ വേണം കേട്ടോ. എന്നാലാണ് ഡ്രൈവ് ചെയ്യാനൊരു സുഖം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോർണടിച്ച് അങ്ങനെ പോകണം. അതാണ് അതിൻ്റെ ഒരു രസം. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ മൂച്ചിക്കൽ വിട്ട് ഇനി തിരൂരെത്തിയിട്ട് തിരൂരിൽ നിന്നും പോകണം. KSRTC ഒക്കെ നല്ല ഫാസ്റ്റിൽ പോയിരുന്നു കേട്ടോ. റോഡ് കാലിയായതുകൊണ്ട് ഞായറാഴ്ച നമുക്ക് ശരിക്കും ഇപ്പോൾ കൊറോണ വന്ന് പോയതിന് ശേഷം നമുക്ക് സൺഡേ എന്ന് പറയുന്ന ദിവസം ഏകദേശം കൊറോണ പോലെ തന്നെയാണ്. അതിൻ്റെ ശേഷം കൂടി ഞായറാഴ്ച അങ്ങോട്ട് ഫുൾ ഓണാവുന്ന ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ. എന്താ അറിയില്ല, നമ്മളവിടെയൊക്കെ എങ്ങനെയാണ്. അങ്ങനെ ഇതാ തിരൂർ ടൗണിലേക്ക് എത്തി. ഞങ്ങൾ ഇവിടുന്ന് ഇനി ഞങ്ങൾക്ക് പുല്ലൂർ വലിയ പറമ്പിലേക്കാണ് എത്തേണ്ടത്. അവിടെയാണ് ബ്രൈഡ് ഉള്ളത്. ആ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബ്രൈഡ് ഉള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാഫിൻ്റെ അടുത്ത് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വീഡിയോ അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുക, നമ്മളെ തിരൂരിൻ്റെ പുതിയ ബ്രിഡ്ജ് ഒക്കെ കണ്ടിരിക്കണം. ഞങ്ങളെല്ലാവരും പുതിയ ബ്രിഡ്ജ് കൂടെ രണ്ട് സൈഡും ഓപ്പൺ ആയപ്പോണ്ടല്ലോ വേറൊരു ലെവലാണ്. ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നൈറ്റിൽ വരണം. നൈറ്റിൽ ഭയങ്കര ഒരു സംഭവമാണ് ഈ ഏരിയ. ഫുള്ള് ഷോപ്പൊക്കെ ലൈറ്റ് ഓണാക്കിയിട്ട് അങ്ങനെ ഇതിലേ പോകുമ്പോൾ ഭയങ്കര രസമാണ്. യാത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. എത്ര ദൂരം വേണമെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്യും, എത്ര ദൂരം വേണമെങ്കിലും പോവും. പക്ഷേ കമ്പനിക്ക് ഇതേപോലെ ഫ്രണ്ട്സുകളോ ഫാമിലിയോ ഒക്കെ വേണം. അങ്ങനെ ആൾക്കാരായിട്ട് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. എനിക്ക് യാത്രക്ക് ഒരു മടിയും ഇല്ല. എത്ര ദൂരം യാത്ര ചെയ്യും. അതെന്നെ അറിയുന്ന ഫ്രണ്ട്സുകൾക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട് എത്തുന്നില്ല കേട്ടോ. അവൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണെങ്കിൽ ഫുൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനതൊന്നും കട്ട് ചെയ്യാൻ നിന്നില്ല. അങ്ങോട്ട് രസമല്ല നമുക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞാൽ അതിനൊരു വേറെ വൈബാണ്, വേറൊരു രസം തന്നെയാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട് കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. അങ്ങനെ അതാ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഷോപ്പിലേക്ക് എത്തി. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഷോപ്പ്. അങ്ങനെ ഷോപ്പിലെത്തിയതാ നല്ല പാർക്കിങ്. നമുക്ക് ഒരു സൗകര്യമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പിൽ പാർക്കിംഗ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. നമ്മൾ വണ്ടി ഇടാൻ ഇപ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതാണല്ലോ. എവിടെ പോയാലും പാർക്കിംഗ് സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഷോപ്പിൽ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ കയറ്റിയ പോലെതാ ഇവിടെ വന്ന് ഒക്കെ ഇറക്കി വെച്ച് എത്ര ബുദ്ധിമുട്ടുണ്ടെന്നറിയാം ഒരു ബ്രൈഡിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഇതാ ബ്രൈഡും എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ബ്രൈഡിനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രൈഡിൻ്റെ വർക്കുകൾ, ബ്രൈഡിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ കുട്ടിക്ക് നാളെ കല്യാണമാണ്. ഇന്ന് തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് വലിയ ഹെവി മേക്കപ്പൊന്നും വേണ്ട, സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞാൽ. ഈ സിമ്പിളാണ് ഇപ്പം കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അങ്ങനെ ഇതാ ഞാൻ ലെൻസ് വേണം. അങ്ങനെ ലെൻസൊക്കെ വെച്ച് നമ്മളെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആൾ നല്ല കമ്പനിയായിട്ട് നല്ല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഈ ബിഗിനേഴ്സിനോടാണ് എപ്പോഴും മേക്കപ്പ് ചെയ്യണ ബ്രൈഡിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം, അവരായിട്ട് നല്ലോണം കാര്യങ്ങൾ ചോദിച്ചറിയണം. അവർക്ക് എന്താണ് വേണ്ടത്. ചിലവർക്ക് സ്കിൻ ടോണിൽ നിന്ന് തീരെ മാറാൻ പാടില്ല, ചിലവർക്ക് സ്കിൻ ടോണിൽ നിന്ന് ഫുള്ള് മാറണം. അപ്പോൾ അതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിതാ നമ്മളെ ബ്രൈഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നമ്മളെ ബ്രൈഡിന് എന്താ വേണ്ടത്, ആൾ മാറരുത്, സിമ്പിളായിട്ട് വേണം അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഞാനിതാ എല്ലാം ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് നമ്മളെ ആ ഒരു സിമ്പിൾ മേക്കപ്പ് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ ഇനിയിപ്പോൾ ഒരു പൂവായിട്ട് കസിൻ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബ്രൈഡ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ
പൂവായിട്ട് കസിന് വരുന്ന ഒരു സമയം വരെ ഞങ്ങൾ കുറച്ചും കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ലാസ്റ്റ് ഇതാ ഫൈനൽ കുറച്ചൊരു പൂവായിട്ട് വന്ന് ആ പൂവ് മതി എന്ന് പറഞ്ഞ് ബ്രൈഡ് അത്ര ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. നമ്മളെ മുസ്ലിം ബ്രൈഡൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി പൂവൊക്കെ നല്ലോണം വെക്കൂട്ടെ. അപ്പം ആരും പൂവൊന്നും വെക്കുന്നില്ല, അപ്പം അധികം ആർക്കും പൂവൊന്നും വേണ്ട. അങ്ങനെ ഇതാ ബ്രൈഡൊക്കെ റെഡിയാക്കി ബ്രൈഡിനെ പറഞ്ഞയച്ചു കേട്ടോ. അങ്ങനെ ഞാൻ കെട്ടിയോനെ വിളിച്ച് നോക്കിയപ്പോൾ കെട്ടിയോനെ എവിടെ ഉള്ളതെന്നറിയോ? ഉണ്ണിയാൽ ബീച്ചിൽ. എന്തായാലും ടയേർഡായിട്ട് ഇരിക്കുകയാണ്. അപ്പം എന്നാൽ പിന്നെ ബീച്ചിൽ പോയിട്ട് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നേരെ ബീച്ചിൽ പോയി. അവിടെ ചെന്നപ്പോഴോ വണ്ടി പോലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല, അത്രയും ആളുകൾ. എന്തെല്ലോ പരിപാടികൾ നടക്കുന്നുണ്ട്. ബീച്ചിൽ ഇപ്പം പഴയ പോലെ ഒന്നല്ല കേട്ടോ, എന്ത് ചെറിയ പരിപാടിയും ഇപ്പോൾ ആൾക്കാർ ബീച്ചിലേക്കാണ് പോണത്. അപ്പോൾ അതാ ഉണ്ണിയാൽ ബീച്ചിൽ നല്ല ജനം ഉണ്ടെന്ന്. ഞായറാഴ്ച ദിവസങ്ങളിൽ സാധാരണ ബീച്ചിലേക്ക് പോകലില്ല. പിന്നെ പൊരിക്കടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കേണ്ട. നമ്മൾ ബീച്ചിലെത്തി കഴിഞ്ഞാൽ വിശന്നിട്ടാണ് വയ്യ. അങ്ങനെ ഇതാ കെട്ടിയോന്ന് കാടമുട്ട സ്നാക്സൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ എന്താണ്, നമുക്ക് ഉപ്പിലിട്ടത് തിന്നാത്ത യാതൊരു ബീച്ച് പരിപാടിയും ഇല്ല. ബീച്ചിലെത്തി കഴിഞ്ഞാൽ ഉപ്പിലിട്ടത് തിന്നാം. അങ്ങനെ ഈ കടൻ്റെ പേര് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നിട്ടോ. താടിക്കാരൻ അവൻ തന്നെയാണ് കേട്ടോ അത് കൊടുക്കുന്നതും വിൽക്കുന്നതൊക്കെ, അവൻ്റെ ചെറിയൊരു പീടിയാണ് ഇതിട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മളെ ഉപ്പിലിട്ട എന്താ പറയുക പൈനാപ്പിൾ, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ കഴിച്ച് എനിക്ക് ഈ KFCൻ്റെ തല ഓർമ്മ വന്നിട്ടോ, ഈ താടിക്കാരൻ്റെ ഈ പീടിയൻ്റെ മുമ്പിലുള്ള ഈ പിക്ചർ കണ്ടപ്പോൾ. എന്തായാലും സംഭവം അടിപൊളിയായിക്കണ്, നല്ല രസമുണ്ട്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ട് അങ്ങനെ എനിക്കൊരു കോള് വന്നിട്ടോ. നമ്മളെ ടൗൺ ഹാളിലേക്ക് എത്താൻ പറഞ്ഞിട്ട് അവിടെ നല്ല ഗാനമേള പരിപാടി നടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഫിറോസ് ബാബു ഗാനരംഗത്ത് 50 വർഷം തികയുന്നതിൻ്റെ നമ്മളെ നാട്ടുകാരുടെ ഒരു സ്വീകരണമായിട്ട് വെച്ച ഒരു പ്രോഗ്രാമാണ്. നല്ല ഫുൾ ജനം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ ഫോട്ടോസ് വിടുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോകാൻ തോന്നി. അങ്ങനെ ഞാനും കിട്ടിയവനും കൂടി നേരെ അവിടെ പോയിരുന്നു. 90s കുറേ നല്ല പാട്ടുകൾ ഇങ്ങനെ അവിടെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. നല്ല നല്ല പിന്നണി ഗായകരും ഗായികമാരും ഒക്കെ നല്ല തകർത്ത് പാടുന്നുണ്ട്. അങ്ങനെ ഒരു 3-4 പാട്ട് കേൾക്കുക കണ്ട് അവിടെ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്തിരുന്ന് കണ്ട്. നല്ല ആളുണ്ട് കേട്ടോ, ഫുള്ളാണ് ആ ഹോള് മൊത്തം ഫുള്ളായിട്ട്. ആൾക്കാർക്കൊന്നും ഇരിക്കാൻ പോലും സ്ഥലമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനും കെട്ടിയവനും കൂടി നേരെ രാത്രിയായിട്ടോ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഇനി നമുക്ക് കാണാം. അതല്ലേ നല്ലത്. ഓക്കെ, ബൈ ബൈ.